എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പാവയ്ക്ക മെഴുക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് പാവയ്ക്ക മെഴുക്ക് തയ്യാറാക്കാൻ വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഒരു 10-20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് എരിവിനായിട്ട് ഒരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം മുളക് പൊടിയായാലും ചേർത്ത് കൊടുക്കാം, പക്ഷേ ചതച്ച ഉണക്കമുളകായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും ചതച്ച ഉണക്കമുളകും വേപ്പിലയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് കടുക് പൊട്ടിയ ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കരിഞ്ഞു പോരുത്, ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പാവയ്ക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ എത്രത്തോളം തിന്നായിട്ട് ഇത് അരിഞ്ഞെടുക്കുന്നോ അത്രയും നല്ല മുരുമുരാന്നിരിക്കും നമ്മുടെ പാവയ്ക്ക മെഴുക്ക്. അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാവയ്ക്കയ്ക്ക് നല്ല കൈപ്പരസമായിരിക്കുമല്ലോ, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇത് അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക. അതൊരു 10-15 മിനിറ്റ് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൈപ്പരസം കുറച്ചൊന്ന് നമുക്ക് കുറഞ്ഞ് കിട്ടും. പക്ഷെ നമ്മളങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ ഈ പാവയ്ക്കയിലെ വിറ്റാമിൻ മുഴുവൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് കൈപ്പരസം കുറച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊരു 5-10 മിനിറ്റും കൂടി നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരിമുരാന്നുള്ള നമ്മുടെ പാവയ്ക്ക മെഴുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാവയ്ക്ക മെഴുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്